ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2024-25 അധ്യയന വർഷത്തെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രവർത്തനം 1 ഇത് ആര് വരയ്ക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ച് ഇത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ല. ഇതാരാണ് കൂട്ടുകാരെ? പട്ടമാണല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലൊക്കെ ഉപയോഗിച്ച് വൃത്തിയിൽ വരയ്ക്കുക. ഇത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇത് ആരാണ് കൂട്ടുകാരെ? അതെ, ഇതാരാണ്? പട്ടമാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? പട്ടം എന്ന് എഴുതി കൊടുക്കാം. ദെൻ വായിക്കൂ, നിറം നൽകൂ. വാല് നീല, ചിറക് പച്ച, വരയുടെ മുകളിൽ കറുപ്പ്, താഴെ ചുവപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? വാലിന് നീല നിറം നൽകണം. ചിറകിനോ പച്ച കളർ കൊടുക്കുക. ദെൻ വരയുടെ മുകളിലായിട്ട് കറുപ്പ്, ദെൻ താഴെ ചുവപ്പ് നിറവ് നൽകുക. ദെൻ ഫ്ലൈയിങ് ബേർഡ്സ് ആണല്ലേ. മാത്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗീവ് കളർ, കൗണ്ട് ആൻഡ് റൈറ്റ്. പാരറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇനി നോക്കാം, നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7. അപ്പോൾ പാരറ്റ്സ് എത്ര എണ്ണമാണുള്ളത്? 7 ആണല്ലേ. എത്രയാണ് ആൻസർ? 7. ഓക്കെ, ദെൻ ക്രോസ് എണ്ണി നോക്കൂ. 1 2 3 4 5. അപ്പോൾ ക്രോസ് എത്രയാണ്? 5 അല്ലേ. ഓക്കെ, ദെൻ സ്പാരോസോ? യെസ്, 4 ആണല്ലേ. ദെൻ വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് കൂടുതലുള്ളത്? പാരറ്റ്സ് ആണല്ലേ. അപ്പോൾ പാരറ്റ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ്? സ്പാരോസ് ആണല്ലേ. അപ്പോൾ സ്പാരോസ് എന്നിവിടെ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വായിക്കാം, കണ്ടെത്തൂ. വായിക്കൂ, കണ്ടെത്തൂ. പറയാം, എഴുതാം എന്നുള്ള പ്രവർത്തനമാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഉറുമ്പ് ചോദിക്കുകയാണല്ലേ. ആരാ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ആരാ അതെന്നല്ലേ. ആരാ അത്? ആരാ അത്? അപ്പൊ ഇവിടെ പുഴു ചോദിക്കുന്നതാണ് അത് ആരാ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടാവല്ലേ. നീ ആരാ? അപ്പൊ എന്തായിരിക്കും പട്ടം പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും കൂട്ടുകാരെ? ഞാനാണ് പട്ടം എന്നല്ലേ. ഞാനാണ് പട്ടം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതവിടെ താഴെ എഴുതി കൊടുക്കുക. ഓക്കെ, നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പട്ടമാണെന്നല്ലേ. ഞാൻ പട്ടമാണ്. ഞാൻ പട്ടമാണ് എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പട്ടം പറത്തി. രമ പേപ്പർ മടക്കി. അപ്പു ഈർക്കിൽ വളച്ചു. രവി ചിറക് വെച്ചു. മേരി വാല് ഒട്ടിച്ചു. ആമി ചരട് കെട്ടി. പട്ടം പറത്തി. പേപ്പർ മടക്കിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ കൂട്ടുകാരെ പേപ്പർ മടക്കിയിട്ടുള്ളത്? അതെ, രമയാണല്ലേ. ആരാണ്? രമ. പേപ്പർ മടക്കിയത് ആരാണ്? രമ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ രമ എന്ന് എഴുതി കൊടുക്കുക. ദെൻ രവി എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. രവി എന്താ ചെയ്തത്? എന്താ ചെയ്തത് കൂട്ടുകാരെ? രവി ചിറക് വെച്ചല്ലേ രവി. അപ്പൊ എന്ത് ചെയ്യാം? ചിറക് വച്ചു. ഓക്കെ, ദെൻ പടം നോക്കി വരി കണ്ടെത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്തിന്റെ ചിത്രമാണ്? അപ്പു ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പു ഈർക്കിൽ വളക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, അപ്പു ഈർക്കിൽ വളച്ചു എന്നല്ലേ. അപ്പു ഈർക്കിൽ വളച്ചു. അപ്പു ഈർക്കിൽ വളച്ചു. ദെൻ വരുന്ന 2 വാക്കുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വെച്ചിട്ട് എന്തൊക്കെയുണ്ട്? വച്ചു, ഒട്ടിച്ചു, വളച്ചു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വച്ചു, ഒട്ടിച്ചു എന്ന് 2 വാക്കുകൾ എഴുതാവുന്നതാണ്. അപ്പോൾ വച്ചു, വളച്ചു, ഒട്ടിച്ചു. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെയാണ് വെച്ച് വരുന്നത്. വളച്ചു, വച്ചു, ഒട്ടിച്ചു. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇൻ്റഗ്രേഷൻ ഡേ 1 ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.